നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബാബു സാറിൻ്റെ രസതന്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച് നിർത്തിയതിൻ്റെ ബാക്കി ഉള്ള ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് ക്രിയാശീല ശ്രേണി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് പറയുകയുണ്ടായി. ആ ഭാഗം എല്ലാവരും കൃത്യമായും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. നമുക്കറിയാം, ലോഹങ്ങളെ അവയുടെ ക്രിയാശീലത കുറഞ്ഞു വരുന്ന ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങി സ്വർണം വരെയുള്ള ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ശ്രേണി നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ലോഹങ്ങൾക്കെല്ലാം തന്നെ താഴെയുള്ള ലോഹങ്ങളെ അപേക്ഷിച്ച് ക്രിയാശീലത കൂടുതലായിരിക്കും. ക്രിയാശീല ശ്രേണിയിലെ മുകളിലുള്ള ലോഹത്തിന് അതിന് താഴെയുള്ള ലോഹത്തിനേക്കാൾ ക്രിയാശീലത കൂടുതലായിരിക്കും. അതായത് പൊട്ടാസ്യത്തിന് സോഡിയത്തിനേക്കാൾ ക്രിയാശീലത കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് പറയാം, അയണിന് നമുക്ക് സിൽവറിനേക്കാൾ ക്രിയാശീലത കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ മുകളിലുള്ള ലോഹത്തിനായിരിക്കും ക്രിയാശീലത കൂടുതൽ താഴെയുള്ള ലോഹങ്ങളെക്കാൾ, അല്ലെങ്കിൽ താഴെയുള്ള ലോഹങ്ങൾക്ക് ക്രിയാശീലത കുറവാണ് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ പുതിയ ഭാഗത്തിലേക്ക് കടക്കുന്നത്. എല്ലാവർക്കും രണ്ടാമത്തെ പാട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പാട്ടിൽ നമ്മളൊരു ചോദ്യമാണ് ആദ്യമായി പരിചയപ്പെടുന്നത്. What happened when zinc rod is dipped into the beaker of copper sulfate solution? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരുന്നാൽ, ഒരു സിങ്ക് ദണ്ട് മുക്കി വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്നതാണ്. എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം കുറഞ്ഞു വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഫെയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ ബ്ലൂ കളർ ഓഫ് ദ സൊല്യൂഷൻ ഫെയ്ഡ് എന്ന് മാത്രം എഴുതിയാൽ ആ ചോദ്യത്തിന് ഉത്തരമാകും. ലായനിയുടെ നീല നിറം മങ്ങി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പക്ഷെ ഇവിടെ നമ്മൾക്ക് പഠിക്കാനുള്ളത് അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് നീല നിറം മങ്ങി വരുന്നത്, അതുകൊണ്ട് ഈ പ്രവർത്തനം നടക്കുന്നു എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിലാണ് മുക്കിവെച്ചിരിക്കുന്നത്. അപ്പോൾ സിങ്ക് ദണ്ടിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ശ്രദ്ധിക്കൂ, സിങ്ക് നമ്മൾ സൂചിപ്പിക്കുന്നത് ZN എന്ന സൂചകം ഉപയോഗിച്ചിട്ടാണ്, സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ, അതായത് സിങ്ക് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം, ആണ് സിങ്ക് എന്ന് പറയുന്നത് അല്ലേ? സിങ്കിന്റെ സ്ഥാനം എവിടെയാണ്? എവിടെ? ഇനി നോക്കൂ, കോപ്പർ എവിടെയാണ് കിടക്കുന്നത്? കോപ്പർ ദാണ്ട് ഇവിടെയാണ് കോപ്പർ വന്നിരിക്കുന്നത്. അപ്പോ ഈ രണ്ട് മൂലകങ്ങളെ പരിഗണിച്ചാൽ, സിങ്കും കോപ്പറും എന്നീ രണ്ട് മൂലകങ്ങളെ പരിഗണിച്ചാൽ മുകളിലുള്ള ലോഹം സിങ്കാണ്. അതായത് ക്രിയാശീലത കൂടിയ ലോഹം എന്ന് പറയുന്നത് സിങ്കാണ്. എന്താണ് ഒരു ലോഹത്തിന്റെ ക്രിയാശീലത എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവ് ഉള്ളതാണ് അതിന്റെ പ്രത്യേകത, ഇല്ലേ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് അയോണുകളായി മാറാനുള്ള കഴിവുള്ളവയാണ് നമ്മൾ ലോഹങ്ങൾ എന്ന് പൊതുവെ പറയുന്നത്. അപ്പോ സിങ്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത്? സിങ്ക് അതിന്റെ ബാഹ്യതമക്ഷയിലുള്ള രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ ആ ദണ്ടിൽ ഉപേക്ഷിച്ചിട്ട് സിങ്ക് 2+ അയോണായി ഈ ലായനിയിലേക്ക് പോകുന്നു. മനസ്സിലാക്കുക, സിങ്ക് എന്താണ് ചെയ്യുന്നത്? സിങ്ക് എന്തായിട്ട് മാറുന്നു എന്നാണ്. ഇങ്ങനെ വേണേലും എഴുതാം. സിങ്ക് അയോണായിട്ട് മാറുന്നു, ഒപ്പം രണ്ട് ഇലക്ട്രോണുകളെ ലായനിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സിങ്ക് ദണ്ട് നമ്മളിപ്പോൾ ഒരു ലായനിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സിങ്ക് ദണ്ടില് എന്ത് വരും? ഇലക്ട്രോണുകൾ വരും. എന്നിട്ട് ലായനിയിൽ ആരാവും? സിങ്ക് 2+ അയോണുകൾ ഉണ്ടാവുന്നു. അപ്പോൾ സിങ്ക് 2+ അയോണുകളുടെ ഗാഠത അല്ലെങ്കിൽ അളവ് ലായനിയിൽ കൂടി വരുന്നു. അതോടൊപ്പം തന്നെ രണ്ട് ഇലക്ട്രോണുകൾ വീതം ഈ ദണ്ടിലും ഉണ്ടാകുന്നു.
ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ആരൊക്കെയാണുള്ളത്? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ആരൊക്കെയുണ്ട്? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ Cu2+ അയോണുകളും SO4 2- അയോണുകളും ഉണ്ട്. ആരൊക്കെയാണുള്ളത്? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ 2+ അയോണുകളും അതുപോലെ തന്നെ SO4 2- അയോണുകളും ഉണ്ട്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതനുസരിച്ച് സിങ്ക് 2+ അയോണുകളും ലായനിയിലുണ്ട് അല്ലേ? സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് സിങ്ക് അയോണുകളായിട്ട് എവിടേക്ക് വന്നു? ലായനിയിലേക്ക് വന്നു. അപ്പൊ ഈ ലായനിയിൽ ആരൊക്കെയുണ്ട്? സിങ്ക് 2+ അയോണുണ്ട്, അതുപോലെ കോപ്പർ 2+ അയോണുണ്ട്, സൾഫേറ്റിന്റെ അയോണുണ്ട്. SO4 2- എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് അയോൺ എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലായനിയിൽ ഉള്ളത്. നമ്മൾ ഈ ഇക്വേഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കാം. സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് ആരായിട്ട് മാറുന്നു? സിങ്ക് 2+ അയോണുകളായി മാറി ലായനിയിൽ ഉണ്ടാവുന്നു. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? രണ്ടാമത് പറഞ്ഞത് കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2+ അയോണുകളും പിന്നെയോ SO4 2- അയോണുകളും ആ ലായനിയിൽ കാണും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉണ്ട്, സിങ്ക് 2+ അയോൺ ഉണ്ട്, കോപ്പർ 2+ അയോൺ ഉണ്ട്, അതുപോലെ സൾഫേറ്റിന്റെ അയോൺ ഉണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? ഈ കോപ്പർ 2+ അയോണുകൾ സിങ്ക് നിക്ഷേപിച്ച 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. ഈ കോപ്പർ 2+ അയോണുകൾ, ലായനിയിലുള്ള കോപ്പർ 2+ അയോണുകൾ സിങ്ക് നിക്ഷേപിച്ച 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് അത് കോപ്പർ ആറ്റമായിട്ട് മാറും. കോപ്പർ ആറ്റമായിട്ട് മാറും. പിന്നെ ഇതിനകത്ത് ആരാ ഉള്ളത്? ഇപ്പൊ നമുക്ക് പറയാൻ ഇത് മാറി, കോപ്പർ മാറി. പിന്നെ ഇതിനകത്ത് അവശേഷിക്കുന്ന ആരൊക്കെയുണ്ട്? സിങ്ക് 2+ ഉണ്ട് അല്ലേ? ഈ സിങ്ക് 2+ഉം പിന്നെയോ SO4 2- ഉണ്ട്. ഇവർ രണ്ടും കൂടെ ചേർന്നിട്ട് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറും. നോക്കൂ, സിങ്ക് 2+ അയോണും SO4 2- അയോണും കൂടി ചേർന്നിട്ട് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറും അല്ലേ? ഇപ്പോ ആരൊക്കെയാണ് നമ്മുടെ ലായനിയിൽ ഉണ്ടായിരിക്കുക? നമ്മൾ മാറിയിരിക്കുന്നത് കോപ്പർ ആറ്റം ഉണ്ടായിരിക്കുന്നു. അതെവിടെയായിരിക്കും കോപ്പർ ആറ്റം ഉണ്ടാവുക? ദണ്ടിന്റെ പുറത്തായിരിക്കും. കാരണം എവിടെയാണ് ഈ 2 ഇലക്ട്രോൺസ് ഉള്ളത്? ഇലക്ട്രോണുകൾ ഉള്ളത് എവിടെയാണ്? സിങ്ക് ദണ്ടിന്റെ അടുത്തേക്ക് കോപ്പർ സഞ്ചരിക്കുകയും കോപ്പർ അയോൺ സഞ്ചരിക്കുകയും അവിടുന്ന് ഇലക്ട്രോണുകളെ വാങ്ങി കോപ്പർ ആറ്റമായിട്ട് അതിന്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് സിങ്ക് 2+ അയോണുകൾ സൾഫേറ്റുമായി കൂടി ചേർന്ന് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നാൽ കോപ്പർ സൾഫേറ്റിന്റെ അളവ് കുറയുകയും സിങ്ക് സൾഫേറ്റിന്റെ അളവ് കൂടുകയും ചെയ്യും. കോപ്പർ സൾഫേറ്റ് ആണ് എന്തുണ്ടാക്കുന്നത്? നീല നിറം ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അതിന്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആ നീല നിറം മങ്ങി വരും. പകരം ആരുണ്ടാവും? സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. ഇതാണ് ഈ രാസപ്രവർത്തനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെന്താണ് താഴെ സൂചിപ്പിച്ചിരിക്കുന്നത്? നോക്കൂ. A decrease in the concentration of Cu2+ ion is the reason for the fading of blue color. ഇതാണ് ഇതിന് കാരണം. അപ്പോൾ ഈ നീല നിറം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം Cu2+ അയോണിന്റെ സാന്നിധ്യമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിന് അതിന്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നതാണ് അല്ലേ? അതായത് സിങ്ക് നമ്മൾ എവിടെയായിരുന്നു വെച്ചത്? കോപ്പർ സൾഫേറ്റിൽ വെച്ചപ്പോൾ കോപ്പറിനേക്കാൾ മുകളിലാണ് ആരുടെ സ്ഥാനം? സിങ്കിന്റെ സ്ഥാനം. അപ്പൊ ക്രിയാശീലത കൂടിയതാരാണ്? സിങ്ക് ആണ്. സിങ്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ ലായനിയിൽ നിന്ന് ആരെ ആദേശം ചെയ്യപ്പെടുന്നു? ക്രിയാശീലത കുറഞ്ഞ ഈ ലോഹത്തിനെ ആദേശം ചെയ്യപ്പെടും. എന്നിട്ട് സിങ്ക് ഇവിടെ സൾഫേറ്റ് ആയിട്ട് മാറിയത് കണ്ടായിരുന്നല്ലോ നമ്മൾ. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. ക്രിയാശീലം കൂടിയ ലോഹം കുറഞ്ഞ ലോഹത്തിന്റെ
ലവണലായനിയിൽ നിന്ന് ആദേശം ചെയ്യപ്പെടുന്നു, ആ ലോഹത്തെ ആദേശം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ കോപ്പർ സിൽവർ നൈട്രേറ്റ് ലായനിയിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? കോപ്പർ സിൽവർ നൈട്രേറ്റ് ലായനിയിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? കോപ്പറിന്റെ സ്ഥാനം നമുക്കറിയാം എവിടെയാണ്? മുകളിലാണ്. ആരേക്കാൾ? സിൽവറിനേക്കാൾ. അപ്പോൾ സിൽവറിനെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്ന് ആദേശം ചെയ്യും, എന്നിട്ട് സിൽവറിനെ മാറ്റുന്നു, എന്നിട്ട് കോപ്പർ എന്തായിട്ട് മാറുന്നു? കോപ്പർ നൈട്രേറ്റ് ആയിട്ട് മാറുന്നു. ഈ പ്രവർത്തനം മനസ്സിലാക്കി വെച്ചേക്കുക. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ രാസസൂത്രം എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പൊതുവായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. വളരെ ശ്രദ്ധാപൂർവം പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണത്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതിൽ നിന്ന് ഈ ഒരു ചോദ്യം കൂടി മനസ്സിലാക്കി പോവുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കനോട്ട് ബി സ്റ്റോർഡ് ഇൻ കോപ്പർ വെസൽ. വൈ? സിൽവർ നൈട്രേറ്റ് ലായനി ചെമ്പ് പാത്രത്തിൽ ശേഖരിക്കാറില്ല. ചെമ്പ് പാത്രത്തിലാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ചിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്ന് സിൽവറിനെ കോപ്പർ ആദേശം ചെയ്യും. അപ്പോൾ ഈ പാത്രത്തിലുള്ള കോപ്പർ എന്തായിട്ട് മാറുന്നു? ഇതിലേക്ക് പോയിട്ട് നശിച്ചു പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പാത്രത്തിന് തുള വീഴുകയും അതിലൂടെ ഈ ലായനി പുറത്തേക്ക് വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലേ? കോപ്പർ കൂടുതൽ റിയാക്റ്റീവ് എലമെന്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത് അതിനേക്കാൾ താഴെയുള്ള ലവണ ലായനിയിൽ നിന്ന് അതിനെ ആദേശം ചെയ്യുന്നു എന്നതാണ് ഇതിന് കാരണം. ഇത്തരം എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. സോ വെൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് കെപ്റ്റ് ഇൻ ദി കോപ്പർ വെസൽ, കോപ്പർ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ദി കോപ്പർ വെസൽ ഗ്രാജുവലി ഗെറ്റ് കൊറോഡഡ്, അല്ലേ? അത് നശിച്ചു പോകുന്നു, ലോഹനാശനത്തിന് വിധേയമാകുന്നു. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, സിൽവർ നൈട്രേറ്റ് ദ്രാവകം ചെമ്പ് പാത്രത്തിൽ സൂക്ഷിക്കാനാവില്ല. അതിനുള്ള കാരണം ചെമ്പ് വെള്ളിയേക്കാൾ കൂടുതൽ ക്രിയാശീലതയുള്ള ലോഹമാണ്. ആയതിനാൽ സിൽവർ നൈട്രേറ്റ് ദ്രാവകം ചെമ്പ് പാത്രത്തിൽ വെച്ചാൽ സിൽവർ ആദേശം ചെയ്യപ്പെടുന്നു. വെള്ളി അതായത് സിൽവർ ചെമ്പിന്റെ മേൽപ്പുറത്ത് നിക്ഷേപിക്കപ്പെടും, അല്ലേ? നീല നിറമുള്ള കോപ്പർ നൈട്രേറ്റ് ദ്രാവകം രൂപപ്പെടുകയും ചെയ്യും. ചെമ്പ് പാത്രം ക്രമേണ ക്ഷയിക്കും. അതുകൊണ്ട് സിൽവർ നൈട്രേറ്റ് ദ്രാവകം ചെമ്പ് പാത്രത്തിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ അധിക അറിവിന് വേണ്ടി പറഞ്ഞതാണ്. ഇത്രയൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതണ്ട. ഇവിടെ വരെ എഴുതിയാൽ, ചോദ്യം വന്നാൽ ഇവിടെ വരെ എഴുതിയാൽ നമുക്ക് പൂർണ്ണമായും മാർക്ക് ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.